ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം, സുഖമല്ലേ? അപ്പോൾ ഞങ്ങളിന്ന് പോയിട്ടില്ലേ, ഞങ്ങളിവിടെ തന്നെ കൽബയിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നും കുട്ടികൾ പറയും ഫ്ലവർ ഷോ കാണാൻ പോകാമെന്ന്. അപ്പോൾ സ്കൂളിലെ കാരണം രാത്രി ലേറ്റായി വന്നാൽ പിന്നെ രാവിലെ എണീക്കണ്ടല്ലേ. അപ്പോൾ അത് കാരണം പിന്നെ പറഞ്ഞ് നിർത്തിയിരുന്നു. പിന്നെ ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇളകിങ്ങാണ്ട് വന്നിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വാശിയായിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയിക്കണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നേരത്തെ കാലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് ഫ്ലവർ ഷോ കാണാൻ പോയിട്ടാണ്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്, പോയത് നന്നായി, നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിറയെ ഫ്ലവറും ലൈറ്റൊക്കെ ആയിട്ട്. പകലാണെങ്കിൽ ഒന്നും കൂടി ആ ഫ്ലവറിൻ്റെ ഭംഗി എടുത്ത് കണ്ടിരുന്നു. രാത്രി ലൈറ്റിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് ഫ്ലവർ വേറൊരു മോഡലായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്നിരുന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് കണ്ടു, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമുക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾ 2-3 ഫ്രണ്ട്സിനൊക്കെ കണ്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് ഊഞ്ഞാലൊക്കെ കയറി ഊഞ്ഞാലൊക്കെ ആടി നല്ല അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടാ. അപ്പോൾ അവരാ സന്തോഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ കാലത്ത് വന്നാൽ മതിയായിരുന്നു. കാരണം ഒരുപാട് അവിടെ ആക്ടിവിറ്റികൾ നടന്നിരുന്നു കേട്ടോ. ചെസ്സ്, അങ്ങനെ ഒരുപാട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ദിവസം പോയ കാരണം പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ദിവസം തന്നെ പോയത് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമായിട്ട് ഞങ്ങൾക്ക് ആക്ടിവിറ്റികളൊന്നും വല്ലാതെ കാണാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ദിവസം ആക്ടിവിറ്റികളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് തുടത്തിയ കാരണം അയിമന് നല്ല ദേഷ്യം വന്നിട്ട്. നേരത്തെ വരികയാണെങ്കിൽ നമുക്കൊക്കെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യാമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അതിനൊക്കെ കണ്ടിങ്ങനെ കളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓൻ കുറച്ച് നേരമൊക്കെ വാശി പിടിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് ഓനെ റെഡിയാക്കി. അങ്ങനെ അതാ ഒരു ആങ്ങളെയും പെങ്ങളും കൂടി ഊഞ്ഞാലൊക്കെ ആടി. അത് ഞങ്ങൾ ഊഞ്ഞാലിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഊഞ്ഞാലെല്ലാം വേണ്ടിയിട്ടല്ല, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ നല്ല തിരക്കിയിരുന്നിട്ടാണ്. അപ്പോൾ പിന്നെ ഇതാ ഊഞ്ഞാലൊക്കെ ഫ്രീ ആയി വന്നപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് പിന്നെ അവിടെ ഈ ഒരു ഭാഗം നിറയെ ഫ്ലവർ ഷോയും ലൈറ്റും അതിൻ്റെ ഒരു മനോഹാരിതയായിരുന്നിട്ടാണ്. മറുഭാഗത്ത് ബീച്ച് സൈഡിലായിട്ട് ഫുഡ് കോർണറാണ് വന്നിരുന്നത്. ഒരുപാട് ഐറ്റംസ് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റിൽ വരികയായിരുന്നെങ്കിൽ നല്ല വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ദിവസം പിന്നെ ഒരുപാട് ലേറ്റ് ആയതും കാരണം ഫുഡൊക്കെ പരിമിതമായിരുന്നിട്ടാണ്. എന്നാലും ഇവരോട് എന്താ ഇവർക്ക് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഐസ്ക്രീം മതി, വേറെ ഒന്നും വേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നപ്പോഴാണ് ഒരു പറഞ്ഞ ആക്ടിവിറ്റീസ് ചെസ്സൊക്കെ കണ്ടു കിട്ടാം. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ചിലവഴിച്ച് പിന്നെ അങ്ങനെ നടന്ന് പിന്നെ അതവിടെ പ്ലാന്റൊക്കെ ഒരു വീട് പോലെ ആക്കിയിട്ട് പ്ലാന്റൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും കയറി അങ്ങനെ അവിടെയും കുറച്ചൊക്കെ കണ്ടു. നല്ല നല്ല പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ കയറി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതാ പിന്നെ ഇങ്ങനെ നടന്നു പോയി. പിന്നെ കുറച്ച് നേരമൊക്കെ നടന്ന് അപ്പോഴാണ് അവിടെ ഐസ്ക്രീമിൻ്റെ പരിപാടിയൊക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം പരിപാടിയൊക്കെ വാങ്ങിച്ച് തിന്ന് പിന്നെ അസുഖമൊക്കെ വേറെ എന്തോ വേണം പറഞ്ഞിട്ട് അതും വാങ്ങിച്ച് കഴിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഫോണിൽ ചാർജ് ഒരുവിധം കഴിയാറായി. അങ്ങനെ അവരിതാ കുറച്ച് നേരം ചാടി ഓടിക്കളിച്ച് നല്ല കളിയായിരുന്നു. പിന്നെ കളിച്ചിട്ട് ക്ഷീണം വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞു മതി ഇനി നമുക്ക് പോവാന്ന്. അങ്ങനെ 1 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം. 20 ദിർഹംസിന് 1 മണിക്കൂറാണ് ഒരാൾക്ക്. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 12 മണി ആയിരിക്കണം. അത് കാരണക്കാരൻ അയാൾ 1 മണിക്കൂറും 1.5 മണിക്കൂറും കഴിഞ്ഞിട്ടൊന്നും മിണ്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു.